ഈ വീഡിയോയിൽ നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നാറ്റോ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് 100% താരിഫ് കൊണ്ടുവരുമെന്നുള്ളതിൽ വളരെ ഉറച്ച തീരുമാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രംപ് പോലും പറഞ്ഞിട്ടില്ല ഈ രീതിയിൽ. ട്രംപ് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോയതേ ഉള്ളൂ, സെക്കൻഡറി താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ മാർക്ക് ട്രൂട്ടോ, അതായത് നാറ്റോയുടെ ചീഫ് പറഞ്ഞിരിക്കുന്നത്, ബീജിംഗ് ആണെങ്കിലും ന്യൂഡൽഹി ആണെങ്കിലും കെയർഫുൾ ആയിട്ടിരിക്കുക, റഷ്യയുമായിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് ദോഷം ചെയ്യും, ഞങ്ങൾ 100% താരിഫ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാര്യം ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം യൂറോപ്പിന്റെയോ നാറ്റോയുടെയൊക്കെ താരിഫ് അമേരിക്കയുടെ പക്കൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് മാന്യമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് നമുക്ക് ഇന്ത്യ, ന്യൂഡൽഹി, ബീജിംഗ്, ചൈന എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാം. ആദ്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ മിലിറ്ററി സ്പെൻഡിങ് ഏതാണ്ട് 3%, 2%, 2.5% ഒക്കെയാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തന്നെയാണ് അമേരിക്ക പുഷ് ചെയ്തിട്ട് 5% ആക്കൂന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ നാറ്റോ മീറ്റിംഗിൽ വരെ ട്രംപ് ഡാഡി എന്നൊക്കെ പുകഴ്ത്തിയിട്ട് വരെ ട്രംപ് പറഞ്ഞിട്ട് പോയതാണ് 5% ആക്കണം എന്ന്. അപ്പൊ അതിലേക്കുള്ള പോക്കിലാണ് നിങ്ങൾ. അപ്പൊ ആ രീതിയിൽ ഇരിക്കുന്ന നിങ്ങൾ റഷ്യയെ അറ്റാക്ക് ചെയ്യണം, റഷ്യയെ തിരിച്ചടിക്കണം എന്ന് ഓൺ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അടിക്കണം, ഇന്ത്യ പോയി അടിക്കും. അല്ലാതെ ഇന്ത്യ ആർക്കെങ്കിലും സാങ്ഷൻ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഇടപെടുന്ന ചൈനയ്ക്ക് ഞങ്ങൾ സാങ്ഷൻ കൊണ്ടുവരുന്നു, പാകിസ്ഥാനുമായിട്ട് ഇടപെടുന്ന അമേരിക്കയോട് ഞങ്ങൾ ഇനി ചങ്ങാത്തമില്ല, പാകിസ്ഥാനുമായിട്ട് ഇടപെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഞങ്ങൾ സാങ്ഷൻ കൊണ്ടുവരുന്നു, ഇങ്ങനെയൊന്നും ഇന്ത്യ പറയത്തില്ല. പക്ഷേ വളരെ ഡെവലപ്ഡ് രാജ്യങ്ങളാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആ ഒരു നാറ്റോ സഖ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളൊക്കെ ഈ രീതിയിൽ തരം താഴ്ന്ന ഡയലോഗുകൾ ഒരിക്കലും പറയാൻ പാടില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടോ ഒഫീഷ്യലായിട്ടോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാന്യത പാലിച്ച് മിണ്ടാതെ പോയിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇയാളിങ്ങനെ വിടുവായിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ എന്തായാലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നെങ്കിൽ നീങ്ങട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യ വിചാരിക്കുന്നത്. കാരണം ഇപ്പൊ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഇന്ത്യക്ക് 100 ബില്യൺ അല്ലെങ്കിൽ 101 ബില്യൺ ആയിക്കോട്ടെ. ഈ 101 ബില്യന്റെ ട്രേഡ് വേണ്ടാന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് 3 to 4 ട്രില്യണിലോട്ടാണ് നമ്മളുടെ ട്രേഡ് വോളിയം, നമ്മളുടെ GDP മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനകത്ത് 1 ബില്യൺ ആണെങ്കിൽ 1 ബില്യൺ വേണ്ടാന്ന് വെക്കണം. അത് വെക്കാൻ ഇന്ത്യ തയ്യാറാവും. പിന്നെ ഒരു മ്യൂച്വലി നമ്മൾ അങ്ങനെ ഒരു മര്യാദകേട് കാണിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അമേരിക്കയിലുണ്ട്, ഇന്ത്യക്കാരായിട്ട്, ഇന്ത്യൻ ഡയസ്പൊറയിൽ. അവർക്കൊക്കെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ പ്രോഡക്റ്റും എല്ലാം ആവശ്യമാണ്. ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഇതൊക്കെ ആവശ്യമാണ്. ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ചില പ്രത്യേക സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഏത് പുറം രാജ്യത്ത് പോയാലും ഇന്ത്യൻസ് അന്വേഷിച്ച് തപ്പി മേടിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽപ്പെട്ട ചില സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് കയറ്റിയേക്കേണ്ടി വരും. ഇനിയിപ്പം അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഇനി എത്ര താരിഫ് വെച്ചാൽ തന്നെയും അത് വില കൊടുത്ത് മേടിക്കാൻ ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഭീഷണിയൊന്നും ഇന്ത്യ എടുത്ത് വില പോകില്ല. അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങളൊക്കെ. ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ, ഇന്ത്യയെക്കാളും ഏറ്റവും കൂടുതൽ ട്രേഡ് വോളിയം ഉള്ള ചൈന മുട്ടുകുത്തിയില്ല അമേരിക്കയുടെ മുന്നിൽ, പിന്നെയാണോ ഇന്ത്യ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ വിരട്ടൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിലോട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അടുത്ത വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ജാവലിൻ എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ ഉണ്ടല്ലോ, നമ്മുടെ തോളത്ത് വെച്ച് ഫയർ ചെയ്യുന്ന ജാവലിൻ മിസൈൽ, ആ ജാവലിൻ മിസൈൽ ജോയിന്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ലെറ്റർ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉള്ളിൽ വെച്ചിട്ടാവാം. മാക്സിമം ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് ആയിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഇന്ത്യ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഒരു ജാവലിൻ മിസൈൽ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും ആ ഒരു മിസൈൽ മാനുഫാക്ചറിങ് പ്രോജക്ട് ഇന്ത്യക്കുള്ളിൽ വരും എന്ന് നമുക്ക് കരുതാം. 3 അപ്പാഷെ ഹെലികോപ്റ്റർ, നമ്മൾ USA ഓർഡർ ചെയ്തിരുന്ന അപ്പാഷെ ഹെലികോപ്റ്റർ നമുക്ക് 3 എണ്ണം നെക്സ്റ്റ് വീക്കിൽ കിട്ടും. അത് നമ്മൾ പാകിസ്ഥാൻ ബോർഡറിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വീണ്ടും അവരുടെ കുരുട്ടുബുദ്ധിയും ഇതുപോലെ കുതന്ത്ര പണികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഡ്രോണിലൂടെ മരുന്ന് കച്ചവടം ഇന്ത്യക്കുള്ളിൽ ബോർഡർ ഏരിയകളിൽ മരുന്ന് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ്, മറ്റേ മരുന്ന്. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡ്രോണുകളെയൊക്കെ ഇന്ത്യൻ ആർമി കൈക്കലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CDS അനിൽ ചൗഹാൻ പറഞ്ഞിരിക്കുന്നത്, പാകിസ്ഥാനിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നുള്ള പേരിൽ പല ഡ്രോണുകളുണ്ട്. അതായത് അത് ബ്രാൻഡും പേരും ഒന്നും ഇല്ലാത്ത കുറെ ഡ്രോണുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ആ ഡ്രോണുകൾ കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യൻ ഡിഫൻസിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെലികോപ്റ്റേഴ്സിനോ ഇതേപോലത്തെ ഒരു സാധനങ്ങൾക്കും ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കൺഫേംഡ് സ്റ്റേറ്റ്മെന്റും കൂടി CDS മിസ്റ്റർ അനിൽ ചൗഹാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 36,000 കോടിയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിക്കുന്ന ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. QRSAM എന്ന് പറഞ്ഞ ആ ഒരു ഡിഫൻസ് സിസ്റ്റമാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 36,000 കോടി നീക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ HALന് തേജാസ് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ എഞ്ചിൻ കൂടി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇത് 2ാമത്തെ എഞ്ചിനാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഒരു എഞ്ചിൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈയിലാണ് അടുത്ത എഞ്ചിൻ വന്നിരിക്കുന്നത്.
പക്ഷെ ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ കണക്ക് മന്ത്ലി 2 എഞ്ചിൻ വെച്ചിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിലുള്ള നടപടികൾ എടുക്കേണ്ടി വരും എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നെക്സ്റ്റ് മന്ത് മുതൽ എങ്ങനെയാണ്, ഓഗസ്റ്റ് മുതൽ ഇനിയിപ്പം 2 എഞ്ചിൻ വെച്ചിട്ട് തരുന്നോ എന്നുള്ളത് ഇന്ത്യ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന 10 പഴയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അതായത് പവർ പ്ലാന്റുകളാണ്. ഈ പവർ പ്ലാന്റുകൾ കൺവേർട്ട് ചെയ്ത് റിന്യൂ ചെയ്തിട്ട് 100 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള റിനോവേഷന് വേണ്ടിയിട്ട് പദ്ധതി ഇടുകയാണ്. ഇതെല്ലാം തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ്. അപ്പൊ അതിനിപ്പോ നമുക്ക് ന്യൂക്ലിയർ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ശരിക്കും പറഞ്ഞാൽ സിവിൽ ന്യൂക്ലിയറിന് വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ അമേരിക്ക, അതായത് കഴിഞ്ഞ തവണ ആന്റണി ബ്ലിങ്കൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റ് സെഷനിൽ തന്നെ അതിന്റെ അപ്രൂവൽ ഇന്ത്യക്ക് തന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു എനർജി മേഖലയിൽ ശരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ ഇനി സ്ഥാപിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തന്നെയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഷീ ജിങ് പിങ്ങിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ 2 രാജ്യങ്ങൾക്കുമിടയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് രണ്ടുപേരും സംസാരിച്ചത്. അപ്പൊ അതിനകത്ത് ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നെക്സ്റ്റ് ലെവൽ മീറ്റിംഗ്, അടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സഹകരണം ഉണ്ടാകുക, ഏതൊക്കെ കാര്യങ്ങളിലാണ് ചൈനയെ ഇന്ത്യക്കുള്ളിൽ പെർമിറ്റ് ചെയ്യേണ്ടത്, ഇന്ത്യക്കുള്ള ഏതൊക്കെ റെസ്ട്രിക്ഷൻസ് ഇനി ചൈന മാറ്റിത്തരും, പ്രത്യേകിച്ചും റെയർ എർത്ത് എലമെന്റ്സ് ആണ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഷീ ജിങ് പിങ് അങ്ങനെ ആരെയും തന്നെ പ്രത്യേകിച്ച് മീറ്റ് ചെയ്തില്ല ഈ ഒരു SCO സബ്മിറ്റിൽ വന്ന സമയത്ത്. റഷ്യയുടെ സെർഗെ ലാവ്രോയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ടാണ് പിന്നെ കൂടിക്കാഴ്ച നടത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ ഷുഗർ മാനുഫാക്ചറേഴ്സ് ആ തൊഴിലാളികൾക്ക് കുറച്ച് കഷ്ടപ്പാടിലാണ്. കാരണം വേറെ ഒന്നുമില്ല, IMFന്റെ കയ്യിൽ നിന്നും പാകിസ്ഥാൻ ലോൺ മേടിച്ചിട്ടുണ്ട്. ഒരു 7 മില്യനാണ് കഴിഞ്ഞ തവണയെക്കാണ്ട് ലോൺ മേടിച്ചത്. ഈ ഷുഗർ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് സബ്സിഡി കൊടുക്കാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ IMF വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് ഈ സബ്സിഡി കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏതാണ്ട് $7 ബില്യൺ ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യപ്പെടുന്ന തൊഴിലാളി വർഗമായിട്ട് കരുതപ്പെടുന്നതാണ് പാകിസ്ഥാനിലെ ഈ ഒരു ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾ. ഇവർക്ക് ഇനി സബ്സിഡി കിട്ടത്തില്ല. ഗവൺമെന്റിനെ വിശ്വസിച്ച് ലോൺ എടുത്ത് ഇതുപോലെ കരിമ്പ് കൃഷിയും അതുപോലെ ഷുഗർ ഫാക്ടറിയും ഒക്കെ നടത്തുന്ന ആ ഒരു തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ ഫാക്ടറി നടത്തുന്ന ഉടമകൾക്കും എല്ലാം തന്നെ ഇപ്പം തിരിച്ചടിയായിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുകളിലുള്ള ഈ ഒരു IMFന്റെ ഈ റെസ്ട്രിക്ഷൻസ്. അപ്പൊ അതുകൊണ്ട് ഇതിന് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തിരയുകയാണ് പാകിസ്ഥാൻ. ഇനി മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. മാർഗം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ പോയിട്ട് തെണ്ടുക, ഇതാണ് മാർഗം. ഇനിയിപ്പോൾ ആ പരിപാടിയിലേക്ക് ഇനിയിപ്പം ഷഹബാസ് ഷെരീഫ് ഇറങ്ങിത്തിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.